സങ്കീർത്തനം 25 അതിൻ്റെ തലക്കെട്ടിൽ തന്നെ നാം കാണുന്നു ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. പല സങ്കീർത്തനങ്ങൾ ദാവീദ് എഴുതിയിട്ടുണ്ട്. അതിലൊരു സങ്കീർത്തനം തന്നെയാണ് ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ് 25-ാം സങ്കീർത്തനം. ഇതിൽ കോമൺലി ബിലീവ് ചെയ്തിരിക്കുന്ന ഫാക്ട്, ഇത് അദ്ദേഹം കടന്നുപോയ ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഓർ വെൻ യു വാസ് ഗോയിങ് ത്രൂ സം ഹാർഡ്ഷിപ്സ് ഹി റോട്ട് ദ സാംസ് എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുവാൻ തക്കവണ്ണം ഇവിടെയായിത്തീരുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിനൊരു അക്രോസ്റ്റിക് സാം എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എബ്രായൽ വാക്കുകളുടെ അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് എഴുതിയ ഒരു സങ്കീർത്തനം തന്നെയാണ് 25-ാം സങ്കീർത്തനം എന്ന് നാം കാണുന്നത്. ഹല്ലേലൂയ. ഇതിന് ആദ്യത്തെ ഭാഗത്തിൽ നാം കാണുന്നു, യഹോവേ നിങ്കിലേക്ക് ഞാൻ മനസ്സ് ഉയർത്തുന്നു. കഷ്ടതയുടെ നടുവിൽ നടക്കുമ്പോൾ, പ്രയാസത്തിന്റെ നടുവിൽ നടക്കുമ്പോൾ ദാവീദ് പറയുകയാണ്, കർത്താവേ എനിക്ക് പ്ലാൻ ബീസ് ഓർ പ്ലാൻ സീസ് ഇല്ല, ഐ എം ജസ്റ്റ് ട്രസ്റ്റിംഗ് യു. ഹല്ലേലൂയ. നമ്മുടെ ലൈഫിൽ ഇത് തന്നെ ആയിരിക്കണം ഉണ്ടാകുന്നത്. കർത്താവേ, I'm going through something really bad. I don't know what's going to happen next, but I'm trusting you. കർത്താവേ നിങ്കിലേക്ക് ഞാൻ മനസ്സ് ഉയർത്തുകയാണ്. അതിൻ്റെ താഴേക്കുള്ള വാക്കിലേക്ക് വരുമ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ദാവീദ് പറയുന്നുണ്ട്. അതിലേക്ക് നാം കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ചിന്തഗതിയും ഇതുപോലെ ആയിരിക്കണം. കർത്താവേ പ്ലാൻ ബീസിലേക്കോ പ്ലാൻ സീസിലേക്കോ ഒന്നും പോകാതെ കർത്താവെ അങ്ങയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് സ്ഥിരമാനസം നിന്നിൽ ആശ്രയിക്കുന്നത് കൊണ്ട് പൂർണ്ണ സമാധാനത്തിൽ അവനെ കാക്കുന്നു എന്ന് പറയത്തക്ക രീതിയിൽ കർത്താവ് ഞാൻ ഇന്നിൽ ആശ്രയിക്കുകയാണ്, അങ്ങയുടെ സമാധാനം എനിക്ക് നൽകണം. ഈ ഒരു വിശ്വാസമായിരിക്കണം ഓരോ ക്രിസ്തു വിശ്വാസിയുടെയും ഉള്ളിലും ഉണ്ടാകേണ്ടത്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ചിന്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അതിൻ്റെ 4 മുതൽ 7 വരെയുള്ള വേദഭാഗങ്ങൾ മാത്രമാണ്. ആ വാക്യങ്ങൾ ഒന്ന് വായിച്ച് സഹായിച്ചാൽ വളരെ നല്ലതായിരുന്നു. സങ്കീർത്തനം 25-ന്റെ 4 മുതൽ 7 വരെയുള്ള വേദഭാഗങ്ങൾ. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വെക്കുന്നു. യഹോവേ നിന്റെ കരുണയും ദയയും ഓർക്കണമേ. അവ പണ്ട് പണ്ടേ ഉള്ളവയല്ലോ. എന്റെ ബാല്യത്തിലെ പാപങ്ങളെയും എന്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ. യഹോവേ നിന്റെ കൃപപ്രകാരം നിന്റെ ദയ നിമിത്തം എന്നെ ഓർക്കണമേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ദൈവരാജ്യത്തില് ദൈവത്തിന്റെ ഡിറക്ഷൻ എന്ന് പറയുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ എവിടേക്ക് പോകുന്നു എന്നുള്ളതല്ല നാം ചിന്തിക്കേണ്ടത്. വേർ ആം ഐ ഗോയിങ് എന്നുള്ളതല്ല നാം ചിന്തിക്കേണ്ടത്. നാം ചിന്തിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ആം ഐ വാക്കിംഗ് ഇൻ ദി വേസ് ഓഫ് ദി കിങ്? ദൈവത്തിന്റെ പാതയിലാണോ, രാജാവിന്റെ പാതയിലാണോ നടക്കുന്നത് എന്നുള്ളതാണ് നാം ആദ്യമേ ചിന്തിക്കേണ്ട ഒരു കാര്യം. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മളൊരു പ്രയാസത്തിലൂടെ പോകുന്നുണ്ടേ, കർത്താവ് ഇതിന്റെ അവസാനം എന്താണ്? പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. പക്ഷേ നാം നമ്മുടെ തോട്ട് പ്രോസസ്സുകളൊക്കെ ഒന്ന് ചിന്തയൊക്കെ ഒന്ന് മാറ്റണം. നമ്മുടെ ദൈവിക രാജ്യത്തിന് വേണ്ടി കിങ്ഡം പെർസ്പെക്റ്റീവിൽ നാം ചിന്തിക്കുന്ന ഉടനെ, ഞാൻ ആ പ്രയാസത്തിലൂടെ നടക്കുന്നുടനെ, കർത്താവെ ഈ പ്രയാസം അങ്ങ് അനുവദിക്കുന്നതാണെങ്കിൽ അതും കർത്താവെ വിശ്വസ്തയോടുകൂടെ സ്തോത്രത്തോടുകൂടെ അനുഭവിക്കുവാൻ തക്കവണ്ണം അങ്ങ് എന്നോട് കൂടെ ഇരിക്കണം. ഇതായിരിക്കണം പ്രാർത്ഥന. വേർ ആം ഐ ഗോയിങ് എന്നുള്ളതല്ല ക്വസ്റ്റ്യൻ, ആം ഐ ഗോയിങ് ഇൻ ദി പാത്ത് ഓഫ് ദ കിങ്. ചില സമയത്ത് നമ്മുടെ പ്രയാസങ്ങൾ, നമ്മൾ വഴിതെറ്റിപ്പോയിട്ട് പ്രയാസങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ ചോദ്യം നാം ചോദിക്കുമ്പോഴാണ് ശരിക്കും നാം നമ്മെ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുകയാണ്, എൻ്റെ ആത്മീയ ജീവിതം ഞാൻ ക്രിസ്തുവിൽ തന്നെയാണോ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സോ കിങ്ഡം പെർസ്പെക്റ്റീവിൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, വേർ ആം ഐ ഗോയിങ് എന്നുള്ളതല്ല, ആം ഐ ഗോയിങ് ഇൻ ദ പാത്ത് ഓഫ് ദി കിങ് അല്ലെങ്കിൽ വേസ് ഓഫ് ദി കിങ്. സോ ഈ ഒരു ചോദ്യത്തിനകത്ത് നമ്മുടെ പല പ്രശ്നങ്ങളുടെയും ഉത്തരം കിട്ടാൻ തക്കണം ഇടയായി തീരാൻ. സോ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് എന്തിനാണ് കടന്നു പോകുന്നത് എന്ന് ചോദിക്കുന്നതോടൊപ്പം തന്നെ അതിനേക്കാൾ അപ്പുറമായി നമ്മുടെ ജീവിതത്തിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, കർത്താവെ ഇത് അങ്ങ് അനുവദിച്ചിട്ടാണോ കർത്താവ് എൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നത്? ഹല്ലേലൂയ. ദൈവം അനുവദിക്കാതെ നമ്മുടെ തലയിൽ ഒരു മുടി പോലും പോകുന്നില്ലെന്നാണ് പറയുന്നത്. സോ ആസ് വി ആർ ഗോയിങ് ത്രൂ ദ ഡീപ്പസ്റ്റ് ഡാർക്കസ്റ്റ് സിറ്റുവേഷൻ ഓഫ് അവർ ലൈഫ്, വി ഹാവ് ടു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ, ഈസ് ഗോഡ് വിത്ത് മീ? ഹല്ലേലൂയ. ഞാൻ ദൂരത്തിൽ പോയി, കർത്താവ് എന്നിൽ നിന്ന് അകന്നു പോയി, കർത്താവിന്റെ പാതയിൽ നിന്ന് മാറിപ്പോയിട്ട് ഞാൻ പിന്നെ കർത്താവ് ഇത് എങ്ങോട്ടാണ് പോയി ചോദിച്ചിട്ട് കാര്യമില്ല. അവിടെ നമ്മൾ ശരിയാകണം. നമ്മൾ എന്താണ് പറയുന്നത്? കർത്താവെ ലീഡ് മീ ടു ദ വേ ഇറ്റേണൽ. കർത്താവ് നിത്യമായ ആ പാതയിലേക്ക് എന്നെ വഴി നടത്തണം. സോ വെൻ വി ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ, വെൻ അവർ പെർസ്പെക്റ്റീവ്സ് ചേഞ്ചസ്, we get more aligned to the word of God. ദൈവവചനവുമായിട്ട് നാം ഒന്നുകൂടെ കൺഫേം ആകുവാൻ വേണ്ടി തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മെ സഹായിക്കുന്നത്. സോ വി ഷുഡ് ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ ഡെയിലി. നമ്മൾ ഒരു പ്രയാസത്തിലൂടെ പോകുമ്പോൾ മാത്രമല്ല, കർത്താവേ എൻ്റെ ജീവിതം സ്മൂത്തായിട്ട് പോവുകയാണ്, ആം ഐ ഗോയിങ് ഇൻ യുവർ പാത്ത്? എൻ്റെ പ്രയാസങ്ങളുടെ നടുവിൽ മാത്രമല്ല ഞാൻ ഈ ചോദ്യം ചോദിക്കേണ്ടത്, കഷ്ടതയിലും പ്രയാസം ബുദ്ധിമുട്ടിലും അല്ലാതിരിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ നടുവിലും കർത്താവേ ഞാൻ അങ്ങയോട് അൺഫെയ്ത്ത്ഫുൾ ആയി പോയിട്ടുണ്ടോ, അതോ ഞാൻ ഫെയ്ത്ത്ഫുൾ ആയിട്ടാണോ നിൽക്കുന്നത്? ഹല്ലേലൂയ. ദൈവത്തിന്റെ ഫെയ്ത്ത്ഫുൾനെസ്സിന് മാറ്റമില്ലാതിരിക്കുമ്പോൾ എൻ്റെ അലയൻസ്, ഞാൻ എപ്പോഴും പറഞ്ഞൊരു വാക്കാണിത്, നമ്മുടെ അലയൻസ് ആൻഡ് അലീജിയൻസ് ദൈവത്തിൽ മാത്രമായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ 3 വാക്യങ്ങൾ, 4 വാക്യങ്ങൾ നാം കാണുന്നത് കിങ്ഡം പെർസ്പെക്റ്റീവിന്റെ 3 ഡിമെൻഷൻസിനെയാണ് നാം കാണുന്നത്. ഒന്ന്, ദ വേ ഓഫ് ദി കിങ്ഡം, ദൈവരാജ്യത്തിന്റെ
പാതയെപ്പറ്റി നാം കാണുന്നു. 2, ദ ട്രൂത്ത് ഓഫ് ദി കിങ്ഡം, ദൈവരാജ്യത്തിന്റെ സത്യത്തെ പറ്റി നാം കാണുന്നുണ്ട്. 3, ദ ഹോളിനെസ് ഓഫ് ദി കിങ്ഡം, ദൈവിക രാജ്യത്തിന്റെ വിശുദ്ധിയെ പറ്റിയാണ് 3 വാക്യങ്ങളിൽ നാം കാണുന്നത്. അതിൽ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകൾ എനിക്ക് ഉപദേശിച്ചത്. സോ ഡേവിഡ് ഈസ് എക്സ്പ്ലെയിനിങ് അബൌട്ട് ദി വേ ഓഫ് ദി കിങ്ഡം, ദൈവരാജ്യത്തിന്റെ വഴിയെ പറ്റിയാണ് താൻ അവിടെ കാണാൻ തക്കോടിയാറ്റുന്നത്. ഞാൻ പറഞ്ഞു, ദാവീദ് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂയിലൂടെ, പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ചോദിക്കുന്നത്, കർത്താവേ ഇതിന്റെ ആൻസർ തരണമേ എന്നല്ല അവൻ പറയുന്നത്, കർത്താവേ അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണം. ഞാൻ മുമ്പേ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഞാൻ റീഫ്രേസ് ചെയ്യുകയാണ്. ആസ് ഹി വാസ് ഗോയിങ് ത്രൂ ദാറ്റ് സിറ്റുവേഷൻ, he was willing to submit himself and to inspect himself, whether am I going in your path. കർത്താവേ അങ്ങയുടെ പാത, കർത്താവേ അങ്ങയുടെ ഗൈഡൻസിലാണോ കർത്താവേ ഞാൻ ഇതിലൂടെ കടന്നു പോകുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴികൾ പ്രവർത്തികളെക്കാൾ മേലെ അവൻ സ്ഥാനം കൊടുത്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? he gave priority to the ways of God than the works of God. നമ്മൾ പലപ്പോഴും തിരിച്ചാണ് ചിന്തിക്കുന്നത്. ദൈവപ്രവൃത്തി നടക്കണമെന്നാണ് നമ്മൾ പലപ്പോഴും, അല്ലേ, ഇന്ന് രാത്രിയിൽ, അല്ലെ കർത്താവ് ഈ ഒരാഴ്ചയിൽ എനിക്കൊരു പ്രവൃത്തി വെളിപ്പെടണം എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. പക്ഷെങ്കിൽ പ്രവൃത്തി വെളിപ്പെട്ടില്ലെങ്കിലും എനിക്ക് കർത്താവിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മളെപ്പോഴും അത്ഭുതങ്ങളുടെ ഒരു പുറകെ പോകുന്ന ജീവിതമാണെന്നുണ്ടെങ്കിൽ വി ആർ നോട്ട് ഇൻ ദി വേസ് ഓഫ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അത്ഭുതം നമ്മൾ എപ്പോഴും പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം പഠിക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അത്ഭുതത്തിന്റെ അവസാനം വരുന്ന കാര്യം എന്താണ്? The deity of Christ being exposed to the people, it's being delivered to the people, it's been explained to the people. So പ്രവർത്തിയേക്കാൾ അപ്പുറമായിട്ട് ദൈവത്തിന്റെ വഴിക്ക് നാം, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, ദൈവപ്രവൃത്തിയേക്കാൾ അപ്പുറമായി ദൈവത്തിന്റെ വഴി മനസ്സിലാക്കുമ്പോൾ ഈ വഴിയിൽ കൂടെ നടന്നാലും കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. പ്രവൃത്തിയല്ല അവിടെ ഇമ്പോർട്ടൻസ്, ഹിസ് പ്രസൻസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. മനസ്സിലാവുന്നുണ്ടോ? ആ വഴിക്ക് വേണ്ടി ആ കർത്താവേ എന്നെ അങ്ങയുടെ ആ പാതയിൽ തന്നെ നടക്കുവാൻ തക്കവണ്ണം എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രവൃത്തിയുടെ പിന്നാലെ പോകുന്ന വ്യക്തികൾക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് സ്നേഹിക്കും. യാക്കോബിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? ഞാൻ ഇവിടുന്ന് പോവുക കർത്താവേ, എന്നെ സൂക്ഷിക്കണം, അപ്പം തരണം, വീട് തരണം, വീഞ്ഞ് തരണം, വണ്ടി തരണം, എല്ലാം തരണം, എന്നാൽ ഞാൻ നിനക്ക് ആരാധന കഴിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതാണ് പല ക്രിസ്തീയ വിശ്വാസികളുടെയും ഉള്ളിൽ ഇന്ന് ദിവസങ്ങളിലൊക്കെ നടന്നു പോകുന്നത്. ദൈവം എന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് സ്നേഹിക്കും. കർത്താവ് സ്നേഹിക്കുന്നില്ലെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല, ഞാൻ 2 ആഴ്ച ചർച്ചയിൽ വരുന്നില്ല, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നില്ല. പക്ഷേ that shows that you don't have a relationship with God. ദൈവവുമായിട്ടൊരു ആഴമായ ബന്ധത്തിൽ പോകുന്ന ഒരു വ്യക്തിക്ക് പ്രവൃത്തിയേക്കാൾ അപ്പുറമായിട്ട് അവൻ്റെ സ്നേഹത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്, മാർത്ത ആൻഡ് മേരി പറയുന്നൊരു കാര്യമുണ്ട്, നിനക്ക് കർത്താവെ കഴിയും, ഞാൻ നിന്നിൽ അങ്ങ് വിശ്വസിക്കുകയാണ്, ഞാൻ സമർപ്പിക്കുകയാണ്. അവൾ ആ ലാസർ ഉയർക്കുമെന്നുള്ളതല്ല അവൾ വിശ്വസിച്ചത്, പകരം അവൻ പുനരുത്ഥാനവും ജീവനും എന്നുള്ളത് അവൾ വിശ്വസിക്കാൻ തക്കവണ്ണം തീർന്നു. ഇന്ന് പകലില് വഴിയൊക്കെ അടഞ്ഞെന്നൊക്കെ തോന്നുന്ന വ്യക്തി ജീവിതങ്ങൾ ഇന്ന് പകൽക്കാലം ഉണ്ടാകുമ്പോൾ നാം പ്രാർത്ഥിക്കണം, കർത്താവെ വഴിയേക്കാൾ അപ്പുറമായിട്ട് അങ്ങേ സ്നേഹിക്കുവാൻ. കൺസ്യൂമറിസം അല്ല കർത്താവെ എനിക്ക് വേണ്ടത്, ഐ വാണ്ട് ടു ഹാവ് ആൻ അൺഡിവൈഡഡ് ലവ് വിത്ത് യു. കർത്താവെ അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ അത്രയൊന്നും സ്നേഹിക്കാൻ നമുക്ക് പറ്റത്തില്ല, പക്ഷെങ്കിൽ വി ഹാവ് ടു സ്റ്റാർട്ട് ലവിങ് ഹിം. ഹല്ലേലൂയ. ഇന്നലെ പറഞ്ഞതുപോലെ വർഷിപ്പ് എന്ന് പറയുന്നത് നാം നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. യുവർ ലൈഫ് ഈസ് യുവർ worship before him. These are all the acts of worship in his presence, and this shows your relationship with God. ഈ വഴിയിൽ നടക്കുന്നവന്റെ ജീവിതചര്യ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ പാറ്റേൺസ് ഓഫ് ഹിസ് കിങ്ഡം. ദൈവത്തിന്റെ വഴിയിൽ നടക്കുവാൻ തക്കവണ്ണം കർത്താവേ എന്നെ സമർപ്പിക്കണമെന്നുള്ള പ്രാർത്ഥനയാണ് ഉണ്ടാകേണ്ടത്. 2 കാര്യങ്ങളെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നു, ആക്ട്സ് ആൻഡ് വേസ്. ആക്ട്സ് പറയുന്നത് എന്താണ്? ദാറ്റ് റിവീൽസ് വാട്ട് ഗോഡ് ക്യാൻ ഡു ഫോർ അസ്, ആൻഡ് റിവീൽസ് വേസ് റിവീൽ ഹൂ ഗോഡ് ഈസ്. ദൈവം ആരെന്ന് അറിയുവാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് വേണ്ടി തന്നെത്താൻ വെളിപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഇസ്രായേലിന്റെ ജീവിതത്തിലേക്കൊക്കെ നോക്കുമ്പോൾ മരുഭൂമിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. യഹോവയായ ദൈവം സംസാരിച്ചൊരു വ്യക്തി ആരായിരുന്നു? മോശ, അല്ലേ? മോശ ഇവരോട് ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്.
പക്ഷെ ഈ കമ്മ്യൂണിക്കേഷൻസ് ഒന്നും ആര് കാണുന്നില്ല? ഇസ്രായേൽ മക്കൾ കാണുന്നില്ല. ഇസ്രായേൽ മക്കൾ എന്താ കാണുന്നത്? പ്രാർത്ഥിച്ചപ്പോൾ ദാണ്ട്ര കാടപ്പക്ഷി വരുന്നു, രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ മഞ്ഞ കിടക്കുന്നു, മോശ എങ്ങോട്ട് നിൽക്കുമ്പോഴത്തേക്കിന് റെഡ് സീ ഇങ്ങനെ സ്പ്ലിറ്റ് ആകുന്നു. അത്ഭുതങ്ങളൊക്കെ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ അത്ഭുതങ്ങൾ മാത്രം കണ്ടതുകൊണ്ടാണ് ഇവർ പിറുപിറുത്ത് പോകാൻ തക്കോണം ഒടിയായി തീർന്നത്. മനസ്സിലായോ? ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടു, പക്ഷെ അവന്റെ വഴി അവർ തിരിച്ചറിഞ്ഞില്ല. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിനകത്ത് നാം നമ്മെ തന്നെ ഒന്ന് ചെക്ക് ചെയ്യാണ്. ഞാൻ പ്രവൃത്തി കണ്ടിട്ടാണോ അവനിൽ ആശ്രയിക്കുന്നത്, അതോ ദൈവത്തിന്റെ വഴി കണ്ടിട്ടാണോ ആശ്രയിക്കുന്നത്? ദൈവത്തിന്റെ വഴി കണ്ടിട്ടല്ല ദൈവത്തിൽ ആശ്രയിക്കുന്നതെങ്കിൽ യാക്കോബിനെ പോലെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ് നാം ദൈവസന്നിധിയിൽ കഴിക്കുന്നത്. ഇന്ന് പകൽക്കാലം നാം ദൈവത്തിന്റെ വഴിയിലേക്ക് നാം കടന്നു വരണം. ദൈവത്തിന്റെ പ്രവർത്തികളേക്കാൾ അപ്പുറമായിട്ട് കർത്താവ്, ഞാൻ കൺസ്യൂമറിസം വിട്ടിട്ട് ഐ വാണ്ട് ടു ഹാവ് എ റിലേഷൻഷിപ്പ് വിത്ത് ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിറുപിറുപ്പ് വന്നിട്ടുണ്ടോ? യു ഡോണ്ട് ഹാവ് എ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ബിക്കോസ് യു ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് പ്രവൃത്തി ടു ഹാപ്പൻ. മനസ്സിലാകുന്നുണ്ടോ? പ്രവൃത്തിക്ക് വേണ്ടിയല്ല നാം കാത്തിരിക്കുന്നത്. കർത്താവേ, ഈവൻ ഇഫ് ഐ ഗോ ത്രൂ ദിസ് സിറ്റുവേഷൻ, ഇറ്റ്സ് ഫോർ യുവർ ഗ്ലോറി. ഡിലേസ് ഉണ്ടാകുമായിരിക്കും, ദാറ്റ്സ് ഓക്കെ, ഹി ഈസ് ഇൻ കൺട്രോൾ. ഞാൻ പലപ്പോഴും എൻ്റെ ലൈഫിലേക്ക് ഞാൻ നോക്കുന്നൊരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എൻ്റെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ ഡിലേഡ് ആയിട്ടുണ്ട്. ഞാൻ ആലോചിക്കുന്നുണ്ട്, കർത്താവ്, ഈ കാര്യങ്ങളൊക്കെ നേരത്തെ നടക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഈ ശുശ്രൂഷകനായിട്ട് ഇവിടെ നിൽക്കുകയില്ലായിരുന്നു. ഹല്ലേലൂയ. കർത്താവിന് അറിയാം നമ്മളെ ഫോം ചെയ്യുവാൻ വേണ്ടി എന്തൊക്കെ തരത്തിലുള്ള ഷെല്ലിനകത്ത് കൂടെ കടത്തി വിടുന്ന കർത്താവ് നന്നായിട്ട് അറിയാം. ജീവനും ഭക്തിക്കും വേണ്ടതായിട്ടുള്ളതെല്ലാം, ഞാനിത് പറഞ്ഞ കാര്യമാണ്, ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ജീവനും ഭക്തിക്കും വേണ്ടതായിട്ടുള്ളതെല്ലാം, നമ്മെ ഫോം ചെയ്യുവാൻ വേണ്ടിയുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടതയിലൂടെ നമ്മെ കടത്തിവിട്ട് ക്രിസ്തുവിന്റെ ഭാവത്തോട് ഒന്നുകൂടെ അനുരൂപരാകുവാൻ വേണ്ടിയാണ് അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആൻഡ് ആക്ട്സ് impress others and ways transform our heart. മനസ്സിലാകുന്നുണ്ടോ? ഒരു ദൈവപ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരും സൂപ്പർ, പക്ഷേ ആ പ്രവൃത്തി അനുഭവിച്ചവൻ, അവൻ്റെ ഉള്ളിൽ ആ വഴി കണ്ടവൻ, അവൻ്റെ ഹൃദയത്തിനകത്ത് നിന്ന് വലിയൊരു സ്തുതിയായിരിക്കും ഉയരുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും യോഹന്നാന്റെ സുവിശേഷം അല്ലെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം ഒക്കെ വായിക്കുന്നുണ്ട്, അധികം ക്ഷമിച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നു. നമുക്ക് എപ്പോഴും ഈ ഗാലറിയിലിരുന്ന് കൈയടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെങ്കിൽ യു ഹാവ് ടു വാക്ക് വിത്ത് ഹിം, യു ഹാവ് ടു ബി ഇൻ ദ ഫീൽഡ്, യു ഹാവ് ടു ബി ഇൻ ദ ഗെയിം ടു ടേസ്റ്റ് ഹിം ആൻഡ് ഹിസ് വേസ്. മനസ്സിലാവുന്നുണ്ടോ? പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് കർത്താവേ, അങ്ങയുടെ വഴി എന്നെ ഒന്ന് കാണിച്ചു തരണം കർത്താവേ. അങ്ങയുടെ മഹത്വത്തിന്റെ പാതകൾ കർത്താവേ എൻ്റെ മുമ്പിൽ കർത്താവേ അങ്ങ് വെളിപ്പെടുത്തി തരണമെന്നായിരിക്കണം നാം പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ആക്സ് എന്നൊക്കെ പറയുന്ന ഒരു ടെമ്പറൽ ആയിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷേ വേസ് ആർ ഇറ്റേണൽ. ഈ വഴിയിലൂടെ നടക്കുന്ന വ്യക്തി നിത്യതയിലേക്കാണ്. പ്രവൃത്തികൾ ഞാൻ റിജക്റ്റ് ചെയ്ത് പറയുകയല്ല, പക്ഷെങ്കിൽ നാം നമ്മുടെ ഫോക്കസ് എന്തിലാണ് വെച്ചിരിക്കുന്നത്? ഹല്ലേലൂയ. പ്രവൃത്തികളിൽ മാത്രം, ദൈവം പ്രവൃത്തി മാത്രം കാത്തിരിക്കുന്ന വ്യക്തികളെക്കാൾ അപ്പുറമായിട്ട് കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നാം വളർന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അടുത്ത ഭാഗത്തിലേക്ക് കടന്നു പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വേഴ്സ് 5 കാണുന്നു, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശ. ദിസ് ഷോസ് ദ ട്രൂത്ത് ഓഫ് ദി കിങ്ഡം. ദൈവരാജ്യത്തിൻ്റെ സത്യത്തെ പറ്റിയാണ് നാം കാണുന്നത്. ട്രൂത്ത് മീൻസ് ഫെയ്ത്ത്ഫുൾനെസ്, റിലയബിലിറ്റി ആൻഡ് ഡിവൈൻ റിയാലിറ്റി. നമുക്കറിയാം, സത്യം എന്ന് പറയുന്നത് ഒരു ഫാക്റ്റ് മാത്രമല്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ നാം കാണുന്നു, സത്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദി പേഴ്സൺഹുഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ ആ സത്യം എന്ന് പറയുമ്പോൾ എന്താണ്? ആ വ്യക്തിത്വത്തെയാണ് നാം തിരിച്ചറിയേണ്ടത്. ഞാൻ വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇവിടെ കാണുന്നു, ആ സത്യം എങ്ങനെയാണ് വരുന്നത്? യു ആർ ദ ഗോഡ് ഓഫ് മൈ സാൽവേഷൻ. മുമ്പേ പറഞ്ഞ കാര്യമാണ്. ഈ സത്യം എന്ന് പറയുന്നത്, കർത്താവേ, അങ്ങ് എൻ്റെ രക്ഷയുടെ ദൈവമായതുകൊണ്ട് എനിക്കത് റിവീൽ ചെയ്ത് തരുവാൻ തക്കോണം ഇടയാണ്. വേഴ്സ് 6 and 7 കാണുന്നു, യഹോവേ, നിന്റെ കരുണയും ദയയും ഓർക്കണമേ, അവ പണ്ടേ ഉള്ളവയല്ലോ. അടുത്ത ഭാഗത്തിലേക്ക് ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണ്. കർത്താവേ, ഒരു റിപ്പൻറ്റൻസിന്റെ പ്രയറാണ്. അവിടെ കാണുന്നത് എന്താണ്? ദ ഹോളിനെസ് ഓഫ് ദി കിങ്ഡം. ദൈവരാജ്യത്തിന്റെ വിശുദ്ധിയെ പറ്റിയാണ് നാം കാണുന്നത്. ഹല്ലേലൂയ. ആദ്യം കണ്ടു ഡിറക്ഷന് വേണ്ടി ആഗ്രഹിച്ചു, രണ്ടാമത് ട്രൂത്തിന് വേണ്ടി ആഗ്രഹിച്ചു, ആൻഡ്
ഫൈനലി ഹി ഈസ് പ്ലീഡിങ് ഫോർ ഫോർഗീവ്നെസ്. കർത്താവേ, എൻ്റെ പാപങ്ങൾ എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ അങ്ങയുമായിട്ടുള്ള ബന്ധത്തിൽ വിഘ്നം സംഭവിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവേ, I want to walk in your ways. മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ ആ ഒരു കണക്ഷൻ നിങ്ങളൊന്ന് ചിന്തിച്ചേ. കർത്താവേ, അങ്ങയുടെ പാത എൻ്റെ മുമ്പിലുണ്ട്, അങ്ങയുടെ സത്യം എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ഇതിൽ നടക്കുവാൻ തക്കോണം എൻ്റെ ഹൃദയത്തിൽ കർത്താവേ അങ്ങയോടുള്ള റെക്കൺസിലിയേഷൻ, നിരപ്പിൻ്റെ അനുഭവത്തിൽ വേണം എനിക്കിതിൽ നടക്കുവാൻ തക്കോണം. നിങ്ങൾ ആ പ്രോഗ്രസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫിനെ പറ്റി നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ മുമ്പാകെ അവൻ മാതൃക കാണിച്ചിട്ട് പോകുകയാണ്. യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവിനെ അംഗീകരിക്കുവാൻ വേണ്ടി അവൻ നമുക്ക് അവസരങ്ങൾ നൽകിയിരിക്കുകയാണ്. അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഇവിടെ നമ്മുടെ മുമ്പിൽ നൽകിയിരിക്കുന്ന ആ ഇറ്റേണൽ പാതയിൽ നടക്കുവാൻ തക്കവണ്ണം അവൻ നമ്മെ സഹായിക്കുകയുള്ളൂ. ഹല്ലേലൂയ. If you are rejecting his call, if you are rejecting his love, you may not be able to walk in that righteous path that he had revealed before us. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം നമ്മെ തന്നെ ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. തീത്തോസിന്റെ ലേഖനത്തിന്റെ 2-ാം അധ്യായം അതിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഒതിച്ചുവല്ലോ. എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തൊരു ഭാഗം അതിൻ്റെ താഴോട്ട് വരുമ്പോൾ കാണുന്നുണ്ട്. ഇവ കാത്തുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട്, ഞാൻ ഹൈലൈറ്റ് ചെയ്തൊരു വേർഡാണ് വർജിച്ചിട്ട് എന്നുള്ള കാര്യം, ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. എന്താണ് ശിക്ഷിച്ചു വളർത്തുന്നത്? ആ ദൈവകൃപയാൽ നാം ഫോംഡ് ആകുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. ഇവിടെ കാണുന്ന ഡിനൈയിങ് ദ വേൾഡിനെസ്, ഡിനൈയിങ് ദ തോട്ട്സ് ഓഫ് ദിസ് വേൾഡ്. അതെങ്ങനെയാണ് നടക്കുന്നത്? ബൈ ദിസ് ഗ്രേസ് ഓഫ് ഗോഡ്. യേശുവിനെ ഇസ്ലാം കർത്താവിനെ അംഗീകരിച്ചിരിക്കുകയാണ്, വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുകയാണ്. നാം ഓരോരുത്തരും ഈ ഒരു ട്രാൻസ്ഫർമേഷൻ നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ടോ? പ്രപഞ്ചമോഹങ്ങളെ വർജിക്കുവാനും ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുവാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മൾ ആഗ്രഹിക്കുന്ന ഈ പാതയിൽ നടക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഈ പാതയ്ക്ക് ഒരു വില നാം കൊടുക്കേണ്ടി വരും. അത് ലോകത്തിന്റെ സകല ചരടുകളെയും അറ്റുമാറ്റിക്കൊണ്ട് കർത്താവേ, നിത്യതയ്ക്ക് വേണ്ടി ആ പാതയിലേക്ക് നടക്കുവാൻ തക്കവണ്ണം എന്നെ സഹായിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം വരുമ്പോൾ യേശു പറഞ്ഞൊരു വാക്യമുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇത് തന്നെയല്ലേ ദാവീദ് ഈ വേദഭാഗങ്ങൾ കാണുന്നത്? ഒന്ന്, കർത്താവേ, അങ്ങയുടെ വഴി എന്നെ കാണിക്കണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഹി ഈസ് ദ വേ. രണ്ടാമത്, നിന്റെ സത്യത്തിൽ എന്നെ നടത്തണമേ, ദ ട്രൂത്ത്. ആൻഡ് മൂന്നാമത്, കർത്താവേ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണം. ഏതാണ് ദ ലൈഫ് എന്ന് വരുമ്പോൾ? എങ്ങനെയാണ് ലൈഫ് കിട്ടുവാൻ വേണ്ടി പാപക്ഷമ പ്രാപിച്ചവർക്ക് മാത്രമേ ആ ലൈഫ് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. ദാവീദ് ഇൻ ടേൺ പറയുകയാണ്, റിവീൽ മീ ജീസസ്. കർത്താവേ, അങ്ങ് എൻ്റെ മുമ്പിൽ ഒന്ന് വെളിപ്പെട്ടു വരണം. You have to conform yourself to the image of Christ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ വേണ്ടി അവൻ നമ്മുടെ മുമ്പാകെ മാതൃക കാണിച്ചിട്ട് പോയിരിക്കുകയാണ്. ഈ സത്യത്തിൽ നടക്കുവാൻ നമ്മുടെ പ്രവൃത്തികൾ കാരണമല്ല, ഈ സത്യത്തിൽ നടക്കുവാൻ നാം ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾ കാരണമല്ല. ഇറ്റ്സ് ഓൾ ബൈ ഹിസ് ഗ്രേസ്. ദൈവകൃപയിൽ ആശ്രയിക്കാതെ ഈ വഴിയും സത്യവും ജീവനുമാകുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ പറ്റുകയില്ല. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ ഈ സത്യത്തിൽ നടക്കുന്നതിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ഈ വഴി അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കും. കർത്താവേ, you revealed yourself before me, you revealed your character before me, and I want to walk in your righteous path. കർത്താവേ, വഴിയും സത്യവും ജീവനുമായ അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് നിത്യത്തിലേക്ക് നടക്കുവാൻ തക്കവണ്ണം അങ്ങ് എൻ്റെ കാര്യങ്ങളിലേക്ക് ഒന്ന് പിടിക്കണമെന്നുള്ള പ്രാർത്ഥനയായിരിക്കണം ഉണ്ടാകേണ്ടത്. First thing, you have to accept Jesus Christ as your personal savior. യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ നാം ഈ നിത്യജീവന്റെ പാതയിൽ നടക്കുവാൻ തക്കോണം അവൻ നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. And this life is guaranteed only through holiness. വിശുദ്ധിയില്ലാതെ ഈ പാതയിൽ നടക്കുവാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. നാം നമ്മെ തന്നെ ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കും. കർത്താവേ, എൻ്റെ ഹൃദയത്തെ, എൻ്റെ ഇച്ഛകളെ, എൻ്റെ ഭാവത്തെ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവേ, ഈ ലോകവുമായിട്ട് ഞാൻ താതാത്മ്യപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യണം. കർത്താവേ,
ഞാൻ പ്രവൃത്തികൾക്ക് വേണ്ടി മാത്രം ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായി പോയിട്ടുണ്ടെങ്കിൽ, കർത്താവേ, അങ്ങയുടെ ക്യാരക്ടറിലേക്ക് ഒന്നുകൂടെ കടന്നു വരുവാൻ തക്കവണ്ണം, അങ്ങയുടെ വേസിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അങ്ങനോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാമോ?